കോവളം മണ്ഡലത്തിൽ ബി.ജെ.പി. CPM ഡീൽ ആരോപണം ആവർത്തിച്ച് എം വിൻസെന്റ്. ശബരിമല യുവതീ പ്രവേശമടക്കമുള്ള വിഷയങ്ങളിൽ ബി.ജെ.പി. തന്നെ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നതെന്ന് എം വിൻസെന്റ് ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെയോ LDF-നെതിരെയോ ഒരു വിമർശനവും ഉയർത്താത്തതിന് പിന്നിൽ എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാമെന്നാണ് വിമർശനം. അതേസമയം CPM ബി.ജെ.പി. ഡീലില്ല എന്ന് NDA സ്ഥാനാർത്ഥി TN സുരേഷ് പറഞ്ഞു. വ്യക്തിപരമായി ആക്ഷേപിക്കാനില്ല എന്നും വിമർശനങ്ങൾ ഇനിയും ഉന്നയിക്കുമെന്നും സുരേഷ് വ്യക്തമാക്കി. യുവതീ പ്രവേശനത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ തൊടാതെ നേരെ എന്നിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാക്കേണ്ടത്. ഞാൻ ഡീലുണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറഞ്ഞില്ല. സംസ്ഥാന സർക്കാരിനെ ഇടതുമുന്നണിയെ തൊടാതെ നേരെ ഇതുമായി ഒരു ബന്ധമില്ലാത്തൊരു പ്രതിപക്ഷ MLA എടുത്ത് ആരോപണം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ NDA സഖ്യം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമ്മളുണ്ടോ അതിൽ? BJP ഇല്ലല്ലോ. അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും മറ്റു കക്ഷികളും കൂടെ ഒരുമിച്ചല്ലേ നിൽക്കുന്നത്. നമ്മളതിലില്ലല്ലോ. വിൻസെൻ്റ് MLA എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഞാൻ വ്യക്തിപരമായിട്ടുള്ള പരാമർശം ആരെക്കൊണ്ടും ചെയ്യാറില്ല. ഒരു തരത്തിലുള്ള ഡീലുമില്ല. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് ഇപ്പോൾ കോവളത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്? CPM-ഉം BJP-യും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. ആരോപണം മുഴുവൻ എം വിൻസെന്റിനെതിരെയാണ്, തനിക്കെതിരെയാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ പ്രചാരണത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ടായിരുന്നു? സ്മൃതി, ജില്ലയിൽ തന്നെ വട്ടിയൂർക്കാവ്, നേമം, അരുവിക്കരയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കോവളത്തും CPM BJP ഡീലുണ്ടെന്നുള്ള ഒരു ആരോപണം UDF ഉന്നയിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും അവിടുത്തെ NDA സ്ഥാനാർത്ഥിയായിരുന്ന TN സുരേഷ് സമൂഹ മാധ്യമത്തിലൂടെയാണ് എം വിൻസെന്റിനെതിരെ കടുത്ത ആരോപണം ഉയർത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ശബരിമല യുവതീ പ്രവേശനം വിഷയത്തിൽ അതൊരു വോട്ട് ബാങ്ക് മാത്രമായിട്ട് എം വിൻസെന്റ് കാണുകയും ഭക്തരുടെ വിശ്വാസത്തെ മാനിക്കാതെ ശബരിമല ആചാരങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടലും എം വിൻസെന്റ് നടത്തിയില്ല എന്നുള്ള കടുത്ത ആരോപണം സമൂഹ മാധ്യമത്തിലൂടെ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ എം വിൻസെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഏറ്റവും പ്രധാനം 2023 2 തവണ നിയമസഭയ്ക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിക്കാൻ സ്പീക്കറോട് അനുമതി തേടിയ ഏക MLA എം വിൻസെന്റ് ആണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസവും പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ ആ ബില്ല് ഭരണഘടനാ ലംഘനം ചൂണ്ടിക്കാണിച്ച് സ്പീക്കർ അത് തള്ളുകയാണ് ഉണ്ടായത്. ഇത് TN സുരേഷിന് അറിയില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു തുറന്ന സംവാദത്തിന് TN സുരേഷിനെ അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനം ഈ ബാലരാമപുരം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് എം വിൻസെന്റ് ഒരു ഇടപെടലും നടത്തിയില്ല. ഏറ്റവും അടുത്ത ഒരു വിമർശനമായി ഉയർന്നിരിക്കുന്നത് ഏറെക്കാലമായി കഴിഞ്ഞ ഒരു വർഷമായി നീണ്ടു നിൽക്കുന്ന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള തുരങ്കപാത നിർമ്മാണം, അതിൽ ഒരു ഇടപെടലും നടത്താതെ എം വിൻസെന്റ് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവൃത്തിയാണ് നിലവിൽ കണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വരുന്നത് അന്താരാഷ്ട്ര ടൂറിസം മേഖലയായി നിൽക്കുന്ന കോവളം ടൂറിസം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തകർന്നു കിടക്കുന്നു. അത് റിയാസുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനങ്ങളും നടത്താതെ MLA ഏറെ പിന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളതെന്നടക്കം ഒട്ടനവധി വിമർശനങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ TN സുരേഷ് പ്രചരണം നടത്തി. അതിൽ ഇപ്പോൾ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ എം വിൻസെന്റ് ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ മണ്ഡലത്തിനകത്ത് തന്നെ തനിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തി ശബരിമല യുവതീ പ്രവേശനം അടക്കം തനിക്കെതിരെ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം. മുഖ്യമന്ത്രിക്കെതിരെയോ LDF-നെതിരെയോ ഈ BJP NDA സ്ഥാനാർത്ഥി ഒരു ആരോപണം ഉയർത്താത്തതിന് പിന്നിൽ അതിനെന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. അത് ഡീലാണെന്ന് തന്നെ വ്യക്തമാണെന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയോടെയുള്ള എം വിൻസെന്റ് ഉയർത്തുന്നത്. എന്തായാലും ഒരു തുറന്ന സംവാദത്തിന് ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള TN സുരേഷിനെ അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനം ശബരിമല അടക്കമുള്ള എല്ലാ വിശ്വാസ ആചാരങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൃത്യമായി നടത്തി. തുറമുഖ വികസന പ്രവർത്തനങ്ങൾ അടക്കം സമരം നടത്തി എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അതിൽ സമരത്തിൽ 7 ആവശ്യങ്ങൾ ഉയർത്തിയെങ്കിലും അതിൽ ലത്തീൻ അതിരൂപതയുടെ വിഷയത്തിൽ 6 ആവശ്യങ്ങൾക്ക് മാത്രമാണ് താൻ സംസാരിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനം അല്ലെങ്കിൽ തുറമുഖ പദ്ധതി വേണ്ടാന്ന് ഒരു ഘട്ടത്തിലും കോവളത്ത് ഡീലുണ്ട്, CPM BJP ഡീലുണ്ട് എന്നാണ് എം വിൻസെന്റ് സിറ്റിംഗ് MLA ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, കോൺഗ്രസ് സ്ഥാനാർത്ഥി.